കളിച്ചൊരു ഒറ്റ കട്ടിങ്ങിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളത്. എന്താ പറയാ ഈ ചെങ്ങ മെസ്സി എന്താ കാണിച്ച ആ സമയത്ത് ഒരു കട്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അന്നൊക്കെ അടിച്ചിട്ടുള്ള ഗോളിന്റെ പവർ എന്താ വെച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുക. ഇത് കളിയാണിത്. കയ്യാൻ കളിയൊക്കെ വരുമ്പോ ഇത്തിരി അതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിക്കണോ? ആ നെയ്മറിനെ കണ്ടുപിടിക്കുക. അതിന് എന്ത് ജാതി അഭിനയിക്കണത് അത് കണ്ടുപിടിക്കേ. അതേമാതിരി കാണണം. ഇത്തിരി കള്ളത്തരൊക്കെ വേണം ഉള്ളില്. പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴിപാട് കഴിക്കേണ്ടവർ കൗണ്ടറിൽ വന്ന് രശീതിയാക്കേണ്ടതാണ്. പൈസ തിന്നാൽ മാത്രമേ വഴിപാട് കഴിക്കാനാവുള്ളൂ. അല്ലാതെ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുപോലെ അവരവരുടെ പാദരക്ഷകൾ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ സംരക്ഷിക്കേണ്ടതാണ്. അതുപോലെ പൈസയോ മറ്റു സ്വർണ്ണാഭരണങ്ങളോ എല്ലാം സ്വന്തമായി അത് വളരെ ഭദ്രതയോടെ സൂക്ഷിക്കേണ്ടതാണ്. കള്ളന്മാരുടെ ശല്യമുണ്ട്. ഭക്ഷണം അവിടെ തയ്യാറായിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോകുമ്പോൾ വഴിപാടും കൂടെ കഴിക്കണം. അല്ലാതെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പോയാൽ പോരാ. പിന്നെ ഇതുണ്ടല്ലോ, എല്ലാവരും ഈ പാദരക്ഷകളിൽ അവരവരെ കൈമേന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുപോലെ സ്വർണ്ണാഭരണങ്ങളോ മറ്റു പൈസ ഇതുണ്ടെങ്കിൽ അവരവർ സൂക്ഷിച്ചോളാം. ഒന്നും നമുക്ക് ഇവിടുന്ന് ഒന്നും അതിന് ആളാവാൻ പറ്റില്ല. ഒരു മംഗല്യമുട്ട്. മംഗല്യമുട്ടോ? പേരുന്ന? പേര് വിനീത്. നക്ഷത്രം? കന്നി. കന്നി മാസമല്ലേ? സോറി, രോഹിണി. കന്നിയില് രോഹിണി. രോഹിണി. ശരിയാ. ചേട്ടാ, ഒരു ശത്രു സംഹാര പൂജ. പുഷ്പാഞ്ജലി. ഞങ്ങൾ ഉദ്ദേശിച്ച തന്നെ. പേര് മെസ്സി. മെസ്സി. നക്ഷത്രം? നക്ഷത്രമൊക്കെ പിടുത്തല്ലോ. ഓനൊരു സ്റ്റാറാണ്. ഓനൊരു സ്റ്റാർ. വേറെ നക്ഷത്രം ആവശ്യമില്ല. ജന്മനക്ഷത്രം നിങ്ങൾക്ക് അറിയോ മെസ്സിയുടെ? നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞാൻ കിട്ടോ ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഹലോ. എടുത്തിട്ടില്ല അല്ലേ? തിരക്കൂട്ടിട്ട്. അതെ പ്യാരേ, മെസ്സിയുടെ ജന്മനക്ഷത്രം ഏതാണ്? അറിയില്ലേ? എന്തിനാണോ ചങ്ങായി ഒക്കെ? എനിക്കറിയില്ല. എന്നാ ശരി വെച്ചോ, ഞാൻ വിളിക്കാം. അതെ, മൊത്തത്തിൽ എത്ര നക്ഷത്രം ഉണ്ട്? 27 ഉണ്ടോ? അന്ന് 27ലും കൊടുത്തോ. അത് ഏതാ എനിക്കറിയില്ല. 27 നക്ഷത്രവും വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തോ പേര്. പൈസ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഓനക്കൊരു പരിക്കുണ്ടാവരുത്. അതിനെ ഏത് ശത്രുക്കൾ വന്നാലും കെട്ടി പറഞ്ഞ് അങ്ങോട്ട് വീഴണം. ഓനിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ബോൾ കട്ട് ചെയ്ത് കൊണ്ടിട്ട് ഒറ്റ അടി അടിക്കുമ്പോ ഗോളിക്ക് പിടിക്കാൻ കിട്ടരുത്. ഓൻ അടിക്കണ ഒരു ബോളും ഗോളിക്ക് പിടിക്കാൻ കിട്ടും. ഒരു പാൽപ്പായസം കൂടെ ആവട്ടെ. പാൽപ്പായസ അല്ല, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കാ? ഖത്തറിലാണ്. ആയിക്കോട്ടെ, ഇവിടെ കഴിച്ചാൽ മതി. എന്നാ അയാൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഇവിടെ കഴിച്ചാൽ മതിയോ? ഞാൻ കഴിച്ചാലും മതിയോ? നിങ്ങൾ കഴിച്ചാൽ അതിന്റെ ഗുണം അയാൾക്ക് കിട്ടും. അത് മതി. എന്നാ എഴുതിക്കോളി. പാൽപ്പായസവും എല്ലാ നക്ഷത്രവും 27 വെച്ചിട്ട് എഴുതിക്കോളി. ഏതാ നക്ഷത്രത്തിലെ പെടുക എന്നൊക്കെ അറിയില്ല. ഒരു അടങ്ങളുണ്ടാവില്ല, അത്ര ഉള്ളു. എന്റെ കുട്ടിക്ക് ഒരു അടങ്ങളുണ്ടാവും, കഴിക്കാൻ പറ്റണം. 250. ഇത്രയുള്ളൂ. അത് ശരി. കണ്ട താഴെ ഇലവാക്കിട്ട് അവിടെ കളിക്കുമ്പോ 250 കൊടുത്താ എന്റെ പറഞ്ഞ ശരിയാണ് കേട്ടോ. എന്നാ ശരി കേട്ടോ. ഉഷാറാവും. ആയിക്കോട്ടെ, പ്രാർത്ഥിക്കട്ടോ. നിങ്ങളും പ്രാർത്ഥിക്കും. നമ്മളും പ്രാർത്ഥിക്കും. നമ്മുടെ ടീം തന്നെയാണ്. അതെ. ഭ്രാന്തനാന്ന് തോന്നുന്നു. എങ്ങനെങ്കിലും മിസ് ഗോൾ അടിച്ചാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഓൻ എന്നെ ഒന്നടിക്കും. അതെ, മറ്റേ ഇത് തന്നില്ലല്ലോ പാൽപ്പായസം.
പാൽപ്പായസം ആ കൗണ്ടറിൽ നിന്ന് കിട്ടും. എവിടെ? അവിടെ അപ്പുറത്തുണ്ട് കൗണ്ടർ. അതെ അതെ. ശരി. അപ്പൊ ഇത് കാണിച്ചാൽ മതി. ഋഷിത് അവിടെ കാണിച്ചാൽ മതി അല്ലേ? എന്നാ ശരി ശരി. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുട്ബോൾ കളിയുമായുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ കൗണ്ടറിൽ അടക്കാവുന്നതാണ്, രശീതിയാക്കാവുന്നതാണ്. കളിയായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും എല്ലാം ഇവിടെ പ്രാർത്ഥിച്ചിട്ട് രശീതിയാക്കാവുന്നതാണ്. അതുപോലെ കൗണ്ടറിൽ നിന്ന് വന്ന് രശീതി ആക്കിയാൽ മാത്രമേ വഴിപാട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലും തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല, കൗണ്ടറിൽ വന്ന് രശീതിയാക്കണം. അതുപോലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, ആരും ഇവിടെ വഴിപാട് കഴിക്കാൻ വരുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നതിന്റെ അർത്ഥം അവര് മാത്രല്ല, നമ്മള് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഒന്ന് വേഗം കെട്ട് കണ്ണ. അപ്പൊ അവിടെ പോയല്ലേ, ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനായിട്ട് ഉടക്കേണ്ടി വരും. നമ്മുടെ കൂടി കിട്ടുന്ന അയാൾക്ക് എന്താ വേണം? തെങ്ങ് വെളിയിൽ നിൽക്കും, നമുക്ക് കുഴപ്പം തന്നെ. തെങ്ങ് വെളിയിലാണെങ്കിലും ഞാൻ അയാളുടെ പറമ്പിന്റെ മണ്ടക്കിലിരിക്കുന്നത്. ഇനി ഒരു രണ്ടെണ്ണം, ഒന്ന് എന്റെ വീടിന്റെ അവിടെയും ഒന്ന് വായനശാലന്റെ അവിടെയും കെട്ടണം. അല്ലേ സുധേട്ടാ, ഇതെന്തൊരു മര്യാദയുടെ നിങ്ങൾ ഈ കാണിക്കണത്? എന്തേ? ഞങ്ങളുടെ കൊടിയുടെ മോളിൽ കൊണ്ടെന്നാണ് നിങ്ങളുടെ കൊടി കെട്ടണത്. നിങ്ങളുടെ കൊടി താഴ്ത്തല്ലേ, ഞങ്ങളുടെ മോളിലല്ലേ? തൊട്ടില്ലല്ലോ. താഴ്ത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചിട്ട് കെട്ടിയൊക്കെയാണ്. പോളണ്ടായിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾ ജയിച്ച് പ്രീ ക്വാർട്ടറിൽ കയറിയോണ്ട് കെട്ടിയേക്കണം. ഞങ്ങൾ പ്രീ ക്വാർട്ടറിൽ നിങ്ങൾ തോറ്റല്ല. എടാ, ഞങ്ങൾ അവസാന കളി കാമറൂണിനോട് തോറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ മുമ്പ് 2 കളി ആണുങ്ങളെ പോലെ ജയിച്ചിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായവരെ. അത് തോറ്റ വർത്താനം പറയല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കോപ്പ അമേരിക്ക അടിച്ചതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മോളിൽ ഞങ്ങൾ ഈ കോപ്പ അമേരിക്ക കുറെ അടിച്ചതാ. 16 മത്സരം തോക്കാൻ വന്നല്ലേ നമ്മള്. 16 മത്സരം വർത്താനം നിർത്തിക്കോ. നമ്മുടെ ആശാം മെസ്സി കോയാടെ വീടിന്റെ വാതുക്ക നിങ്ങളുടെ കൊടി കൊണ്ടുവന്ന് കെട്ടണ മര്യാദ. ഇത് പൊതുസ്ഥലത്തുള്ള തെങ്ങുമ്പലല്ലേ? പൊതുസ്ഥലോടെ ഇത് ഞങ്ങളെ ചൊറിയാൻ വേണ്ടിട്ടല്ലേ, മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിട്ടല്ലേ. നിങ്ങൾ ഞങ്ങളെ അർഹതപ്പെട്ടടുത്ത് കെട്ടി. നിങ്ങളുടെ അഹങ്കാരത്തിന്റെ അബൂബക്കറുമായി കൊണ്ടുവന്ന് നെഞ്ചത്തിട്ട് തന്നത് കാമറൂണ്ടാ. ഞങ്ങൾ മനഃപൂർവ്വം തോറ്റു കൊടുത്താടാ, അല്ലെങ്കിൽ ഞങ്ങൾ നെയ്മറെ ഇറക്കില്ലേ? നെയ്മറെ ഇറക്കാൻ ഞാൻ നന്നായി, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റി. എന്താണ് ഇവൻ ഈ കണ്ടോടത്ത കോടി ഒന്ന് നെഞ്ചും തല്ലി വീണ് 1.5 മണിക്കൂർ കളയൂലേ? എടാ, അതൊന്നല്ല, നല്ല കളിക്കാരനെ മനഃപൂർവ്വം കാല് വെച്ച് ചവിട്ടി വീഴ്ത്തിട്ടാണ് അവനൊന്ന് കളിക്കാൻ വിട്ടോക്കെ. അപ്പൊ വിവരം അറിയാം. എന്റെ സൂതേട്ടാ, നമ്മുടെ മിശിഹായുടെ ഗോളുകൾ എന്ന് പറഞ്ഞാലേ കവിതകളാണ്, കവിതകള്. നെയ്മറിന്റെ ബോളൊക്കെ നോക്കണ ബുള്ളറ്റാണ്, ബുള്ളറ്റ്. ഇപ്പൊ കാമറൂണിന്റെ അടുത്ത് കിട്ടിയാലേ എടുത്തോ. നിങ്ങൾ എന്റെ കോയൊക്കെ നിങ്ങൾ എവിടെ പോയി കിടക്കാണ്? ഇത് കാണിക്കണണ്ട സൂതേട്ടൻ. നമ്മുടെ കൊടിയുടെ മുകളിൽ ആ ലെങ്കോട്ടി വലിച്ചു കെട്ടിയേക്കണ. എന്തിന്? എന്താ ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞില്ല. ഇതൊരു കേര വൃക്ഷാണ്. ഇത്ര മാന്യമായിട്ടൊരു വൃക്ഷത്തിന്റെ മുകളിൽ ഇത് അർജന്റീനയുടെ കൊടിയും ശരി, ഈ ബ്രസീലിന്റെ കൊടിയൊക്കെ വല്ല കൊന്നയുടെ മുകളിൽ കെട്ടല്ലാണ്ട് നാണം ഞങ്ങൾക്ക്. എന്താ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത. ആര് പറഞ്ഞു? നീ അതെ, 5 പ്രാവശ്യം വർത്താനൊന്നും പറയാക്കണ്ട. അപ്പൊ ആൾക്കാർക്ക് എല്ലാവരും ഇത് അർജന്റീനയുടെ ആഹാരം കളയില്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ മഞ്ഞക്കുപ്പായിട്ട് ഇറങ്ങല്ലേ? ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ നീലി വെള്ളം. ഇത് അർജന്റീനയാണ്, അതന്നെ പറഞ്ഞു. നാണാവൂ ഞങ്ങൾക്ക്. ഈ 6 മാസമായ കുട്ടികള് തൂറിയ മഞ്ഞപ്പത് തൂറിയ മറ്റം അതെന്താ വെച്ചിട്ട് ഒരു ഇത്തിരി പരിഗണന ഞങ്ങൾക്ക് ഈ ടൂർണമെന്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് അർജന്റീന കൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ 6 മാസമായ കുട്ടികൾ തൂറിയ മഞ്ഞപ്പത് തൂറിയ മറ്റ കളർ ഇട്ടിട്ട് പുറത്തിറങ്ങരുത്. അത് ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ ഊരിക്കളയില്ലേ? നിങ്ങൾ ഈ നീല ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഞങ്ങൾ മഞ്ഞ ഇഷ്ടപ്പെടുന്നത്. അതിനെ പറഞ്ഞ് നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മഞ്ഞ ഇഷ്ടപ്പെടുന്ന ഒരു നിങ്ങളാണ്. എന്താ വിവരില്ലാത്തതാണ് ആ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാ നിങ്ങൾ ഏത് എടുത്ത് നോക്കി. അപ്പൊ മഞ്ഞയിൽ ഏതാ ഗുണമുള്ള? മഞ്ഞപ്പിത്തം ഗുണമുള്ള സാധനമാണോ? അപകടമാണ്. മഞ്ഞക്കാർഡ് അപകടമാണ്. ഇനി ഒരു മോശപ്പെട്ട പത്രത്തിനെ കുറിച്ച് വരാൻ ആൾക്കാർ എന്താന്ന് പറയാ, മഞ്ഞപത്രം എന്നാ പറയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങൾ ഡയലോഗ് അടിക്കണ്ട. ട്രാഫിക് ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മഞ്ഞ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി പോയിട്ട് തല പൊട്ടി കിടന്നല്ലേ? ആയിക്കോട്ടെ, അപ്പൊ തല പോയാലും വേണ്ടില്ല, മഞ്ഞയിൽ ഞാൻ നിൽക്കൂല പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ എത്ര പൊട്ട സാധനം വേറെ ഇല്ലാതെ. നിങ്ങൾ ആ സിഗ്നലില് മഞ്ഞക്ക് പകരം നീല വെച്ചോക്ക്. അവിടെ ചിത്രം കൊടുക്കാം. ഒരു കാര്യം പറഞ്ഞേ,
മാഷെ നിങ്ങൾ എന്തും നല്ലത് നോക്കിയോ അപ്പൊ നക്ഷത്രം നീലാണ്. ഈ എന്തൊരു സാധനം നല്ലതുണ്ടെങ്കിൽ അത് നീലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലത് ഇഷ്ടല്ല. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വെക്കേണ്ടത് ഊരി കൊണ്ടുപോകും. ഞാൻ കാര്യം പറ്റും. നിങ്ങൾ ഇത് ഇവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനശാലയില് നിങ്ങൾ വെച്ചിട്ടുള്ള കൂടറ മീതെ ഞങ്ങള് സാധനം കിട്ടും. വേണ്ട തർക്കിക്കണ്ട. ആണാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ജയിക്കും. ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി നിങ്ങൾ ജയിച്ച വായനശാലയിലും ഞങ്ങളുടെ ഈ അർജന്റീനയുടെ കൂടെ ഓസ്ട്രേലിയനെ ജയിക്കുന്നു വിശ്വസിക്കാൻ ഞങ്ങൾ മുമ്പേ അവര് തോറ്റെന്ന് കണക്കാക്കിയ കഥ അല്ല കണക്കാക്കലല്ല. അതൊരു ഇഷ്യൂ അല്ലാതെ ചെങ്ങായി. അതെ എന്താണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അത് ഈ നാട് റോഡിൽ വന്നിട്ട് എന്താ കാര്യം? എന്താണോ കേക്കിന്റെ മാസങ്ങളത് കേക്കിന്റെ വീടിന്റെ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ട് ബ്രസീലിന്റെ കൊടി കെട്ടിയേക്കായി വിവരമില്ലാത്ത നോളേജ് ഇല്ലാത്ത അമക്കികള് ആലോചിച്ച് നോക്കാം. അതെ, അയാൾക്കത് വിഷമായില്ലേ? എന്തിനാ അത് ചെയ്തത്? അല്ല മാഷേ, ഇത് കോയയുടെ വീട്ടിലല്ലല്ലോ, പുറത്ത് പബ്ലിക് ആയിട്ടുള്ള ഒരു തെങ്ങല്ലേ. അതിനിപ്പോ അവർക്ക് കെട്ടാങ്കിൽ ഞങ്ങൾക്ക് കെട്ടിക്കൂടെ? തെങ്ങാണ് എന്നുള്ളൊരു ബോധെങ്കിലും ഇവർക്ക് വേണ്ടത് കേരവൃക്ഷാണ്. ഈ കേരവൃക്ഷത്തിന്റെ മുകളിൽ ഇത്ര വൃത്തി കെട്ട ഒരു കൊടി കൊണ്ടത് കെട്ടാൻ പാടുണ്ടോ? ഞങ്ങൾ പിന്നെ അർജന്റീനയാണ് ഞങ്ങൾക്ക് എവിടെ കെട്ടാ. ഇത് കാറ്റുപാട്ടൊന്നും ആലോചിച്ചു. നിങ്ങൾ ഇതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ ഇപ്പൊ ഒരടി പിരിച്ചുവിട്ടിട്ടാ വരുന്നത്. ആ ഉണ്ണിയും മന്മഥനും തമ്മില് ഒരാള് ഫ്രാൻസ്, ഒരാള് പോർച്ചുഗല്. ഉണ്ണി പോർച്ചുഗല. അതൊക്കെ പിന്നെ തോക്കാനുള്ള ടീമാണ്, തോറ്റോട്ടായി വിചാരിക്കുക. അതല്ല അതേമാതിരിക്ക് അല്ലല്ലോ അർജന്റീനയുടെ കാര്യം. ആലോചിച്ച് നോക്കുക മാസങ്ങള്. ഒന്നാമത്തെ കാര്യം എന്റെ കുട്ടി വിരമിക്കാണ്. എന്റെ മോന്റെ ഒരു അവസാനത്തെ കളിയാണ്. എന്റെ കുട്ടി പറഞ്ഞു എന്റെ മെസ്സി മോനെ വിരമിക്കാണ്. അപ്പൊ ആ വിരമിക്കണേന്റെ ഒരു ബഹുമാനം കൂടി നായ്ക്കള് കൊടുക്കണില്ല അല്ല പറയാണ്. ആലോചിച്ച് നോക്കി. അതിലിപ്പോ ഒരു കോടിയല്ലേ ഉള്ളൂ. മാസം പറഞ്ഞാണ് കൂട്ടാക്കി ഒന്നാമത്തെ തെങ്ങുമെന്ന് കേട്ടോ യോഗ്യത ഞങ്ങൾക്കില്ല. ആദ്യമേ കെട്ടിയപ്പോ തന്നെ പറഞ്ഞത് അതെ, നിങ്ങളെ എല്ലാം വലിയ വലിയ ഒന്നിനാത്രം പോകുന്ന മനുഷ്യന്മാരാണ് നിങ്ങൾ അല്ലേ? കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. വെറുതെ ഈ ഫുട്ബോളിന്റെ പേരിൽ ഇതേപോലെ തമ്മിത്തല്ലുണ്ടാക്കാൻ പാടില്ല, മോശമാണ്. അതെ സാറേ, ഒരു കാര്യം കൂടി ചെയ്യണം മാസേ. നമ്മുടെ വായനശാലയുടെ അതിന്റെ അവിടെ ഇവര് കൊടി വെച്ചിട്ടുണ്ട്. അത് ഇവരോട് അയക്കാൻ പറയുന്നത് അയച്ചു കൊടുക്കണം. രണ്ടും കൂടി ഒരുമിച്ച് വെക്കണ്ട. അങ്ങനെ ഇവര് അത്ര വലിയ കളിക്കാരാണെങ്കിൽ ഒരു വാശി കേട്ടായിരുന്നു. ഇവര് നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ഇവര് ജയിച്ചാൽ ഇവര് ഞങ്ങളുടെ കൊടറ മുകളിൽ വേറെ കൊടി വെച്ചോളാം. മാസം പറഞ്ഞ കാരണം ഞാൻ കേൾക്കണേ. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ഇല്ല, നിന്റെ കൂടി ഞാൻ വിളിച്ചോ. ഒഴിഞ്ഞു പോ. നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ. ഈ പരിസ്ഥിതി കാണിച്ചു തരണേ. ആരോടെ നിങ്ങൾ കളിക്കണേ? പോയൊക്കെ ഇത് അമ്പലത്തെ പ്രസാദമല്ലേ? പ്രസാദം നമ്മുടെ മെച്ചിമോന്റെ പ്രസാദാണ്. അർജന്റീനയുടെ പൊന്ന് മോനെ. എന്താ കാണിക്കണേ? എന്താണ് ആ കൊടി ഏതാണ് നോക്കിയേ? എന്താ കൊടിക്ക്? നമ്മുടെ കൊടി കൂടെ പോയത്
അർജന്റീനയുടെ കുഞ്ഞുമക്കൾ കളി ചങ്ങ് ജയിക്കുമല്ലോ. കാൽപന്ത് കളിയിൽ കേമന്മാരാം നമ്മുടെ അർജന്റീന മക്കൾ. അർജന്റീനയുടെ പൊന്നുമക്കൾ മെസ്സി മോനെ ചക്കരക്കുട്ട. ഇപ്രാവശ്യത്തെ കാൽപന്ത് കളിയിൽ ചാമ്പ്യന്മാരാം നമ്മളല്ലോ.